റോപ്പ്, കോപ്പ്, ലാഡർ, ആവശ്യമില്ലാത്ത എല്ലാം. ആവശ്യമുള്ള വാട്ടർ ടാങ്കി ഞങ്ങളുടെ ഇത്രയൊക്കെ ഉള്ളൂ. അതെ, ഈ ഫയർ ആൻഡ് റെസ്ക്യൂ എന്ന് വെറുതെ ബോർഡ് എഴുതി വെച്ചോണ്ട് കാര്യമില്ല. രക്ഷപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ വേണം. ആ സംവിധാനം ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്ത് സംവിധാനങ്ങളുണ്ട്? മരത്തെ കുടുങ്ങരെ രക്ഷിക്കേണ്ട നിങ്ങളിവിടെ പരസ്പരം മലക്കടിച്ചോണ്ടിരിക്കുക. ഞങ്ങളുടെ കയ്യിൽ ഡിങ്കി ഇല്ല. ഡിങ്കി ഇല്ലാതെ ഇവർ വന്നിരിക്കുന്നത്. ഡിങ്കി ഇല്ലേ? അല്ല, ഡിങ്കിയോ? അതെന്താ? എയർ നിറക്കുന്ന ബലൂൺ ബോട്ട്. ഓ, അതില്ലാതെ എങ്ങനെ അക്കരയ്ക്ക് എത്തും? അപ്പൊ ഒരു ബോട്ട് സംഘടിപ്പിക്കണം. ബോട്ട്? ഇവിടെ ബോട്ടൊന്നുമില്ല. ഒരു ബോട്ടുണ്ട്, ബോട്ടിനേക്കാൾ വലിയ ഓട്ടയുമായിട്ട്. എന്നാ വല്ല വള്ളമായാലും മതി. മണൽ വരുന്ന വെള്ളമില്ലേ, അത് കിട്ടിയാലും മതി. അപ്പൊ നമുക്ക് അവിടെ എത്താൻ പറ്റും. മണല് വരുന്ന വെള്ളത്തിലൊക്കെ ഇപ്പൊ എവിടെ പോവാനാ? കുറച്ചു നാളായിട്ട് ചിലരൊക്കെ പണി മണല് പിടിക്കലും പിടിച്ച മണല് വള്ളത്തോടെ പുഴയില് താത്തലും അല്ലേ. പിന്നെ എവിടെയാണോ മണല് വാരണ വള്ളം? അല്ല, ഈ വള്ളം ഇല്ലാണ്ട് എങ്ങനെയാ മുതലേ പിടിക്കുക? മുതലേനെ പിടിക്കാൻ പറ്റില്ലെങ്കിൽ രാജിവെച്ചിട്ട് പോടോ. ഞങ്ങൾ കാണിച്ചാൽ എങ്ങനെ പിടിക്കണമെന്ന് നിങ്ങളോട് അഭിപ്രായം ചോദിച്ചില്ല. ഈ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഞാനാണെങ്കിൽ എനിക്കറിയാം മുതലേ എങ്ങനെ പിടിക്കണമെന്ന്. പിടിക്കും. ഒരു കൊടിച്ചിപ്പട്ടീനെ പിടിക്കാൻ കഴിവില്ലാത്ത താനാണ് ഇനി മുതലേനെ പിടിക്കാൻ നടക്കുന്നത്. കൊടിച്ചിപ്പട്ടി നിന്റെ അച്ഛന്റെ ക്രമസമാധാനം പാലിക്കുക. ഇതെന്താ നിയമസഭ? താനിങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചെയ്യേ. ഈ തോക്കും തൂക്കിയിട്ട് കഥ എടുത്ത ജന്തുവിനെ വെടിവെച്ച് കൊല്ലണോ? ഈ തോക്ക് ഇങ്ങനെ വെറുതെ തൂക്കിയിട്ടിരിക്കുകയല്ല. ഇവിടെ നിന്ന് വെടിവെച്ചാൽ റേഞ്ച് കിട്ടത്തില്ല. അഥവാ റേഞ്ച് കിട്ടിയാൽ തന്നെ ഇതിന്റെ ഉണ്ട് ആ മുതലയുടെ തൊലി തുളച്ച് അകത്ത് കയറത്തില്ല. അല്ലെങ്കിലും തന്നെ കൊണ്ടൊന്നും ഒരു ചുക്കും നടക്കില്ല. വെറുതെ തോക്കും തൂക്കിയിട്ട് തേരാ പറഞ്ഞ എടോ. ഒരിക്കലെങ്കിലും തോക്ക് പറയുന്ന ഊരിയാലേ അറിയുള്ളൂ അതിന് റേഞ്ച് ഉണ്ടോന്ന്. റേഞ്ച് ഇപ്പൊ ഞാൻ ഇങ്ങനെ വെടിവെച്ചാ മതിയാ? നല്ല ആൾക്കാരാ വെടിവെക്കുന്നത്. മുതലായിരിക്കില്ല ചാവുന്നത്, നമ്മളായിരിക്കും. വെടികൊണ്ട് ചത്താലും കുഴപ്പമില്ല, പക്ഷെ മുതല പിടിക്കുന്ന കാര്യം ഓർത്താ അതൊന്നും വേണ്ടി വരൂല. ഒരു തുള്ളി വെള്ളം കിട്ടാതായിരിക്കും അന്ത്യം. ഒന്ന് ചുമ്മാതിരിക്കോ? അതൊക്കെ മറന്നു വരുമായിരുന്നു. എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. ചുറ്റിനും വെള്ളം. കുടിക്കാനാണെങ്കിൽ വെള്ളം താഴെ കവറിലും ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം? ഈ പണ്ടാരത്തിന് പകരം ആ കവർ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തിനു തിന്നാനെങ്കിലും പറ്റുമായിരുന്നു. വിശന്നിട്ടാണെങ്കിൽ കണ്ണും കാണാൻ വയ്യ. തൊലയാനായിട്ടൊരു മുതലേ. പതുക്കെ ഇറങ്ങി ആ കവറിങ് എടുത്താലോ? ശരി, നീ ഇറങ്ങിയെടുക്ക്. അയ്യോ, എനിക്ക് പറ്റില്ല. നീ ഇറങ്ങിയെടുക്ക്. മുതൽ എന്നെ പിടിക്കട്ടെ എന്നല്ലേ? കയറുകൊണ്ടൊരു കുരുക്കിട്ട് മുതലയെ കുടിക്കിയാലോ? ശരിയാവൂല. യെസ്, വലയിട്ട് പിടിക്കാം. പക്ഷേ മുതലയുടെ അടുത്തോട്ട് എങ്ങനെ എത്തും? മുതലയുടെ അടുത്തോട്ട് പോണ്ട, അവനെ ഇങ്ങോട്ട് വരുത്താം. ഒരു വാർപ്പ് സംഘടിപ്പിക്കണം. നല്ല ഫ്രഷ് മീൻ കൊണ്ടുവന്ന് മുതലയ്ക്ക് ഇട്ടു കൊടുക്കണം. അതും അതിൻ്റെ അടുത്ത് നിന്നില്ല. വലിയൊരു വീശു വല വേണം. മീൻ ഇട്ടുകൊടുത്ത് മുതലയെ വലയുടെ അടുത്തേക്ക് ആകർഷിക്കണം. മീൻ കഴിച്ചാഹ്ലാദിച്ച് മുതല ഇങ്ങനെ വരും. അപ്പൊ തന്നെ വല വീശണം. വല വീശ്! വലയ്ക്കുള്ളിൽ കിടന്ന് മുതല ഇങ്ങനെ പിടയ്ക്കും. സാഹസികമായി മുതലയെ കീഴടക്കി അവരെ രക്ഷിച്ചത് ഞാനാണെന്ന് ലോകം മുഴുവനും അറിയും. പ്രമോഷൻ ഉറപ്പ്.